ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇച്ചിരി പറിച്ച് വെച്ചായിരുന്നു, അതിൻ്റെ ഇരിപ്പുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇല, പനിക്കൂർക്ക നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ആയതുകൊണ്ട് കറുത്ത് പറഞ്ഞാണ്. പിന്നെന്താ വേണ്ടത്? പിന്നെ വേണ്ടത് കരിയാപ്പലയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ എവിടെ പോയി നമ്മുടെ തുളസിയിലയാണ് വേണ്ടത്. ഇതിനകത്ത് കാണാനുമില്ല തുളസിയില. ഇപ്പോൾ തുളസിയിലയാണ് നമുക്ക് വേണ്ടത്. ഒരു പിടി വേണം കേട്ടോ തുളസിയില. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയിൽ. നമ്മൾ തുളസിയില പറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുളസിയില പറിച്ചിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ വേണം. അത് ആ കൂട്ടത്തിലുണ്ടായിരുന്നു നേരത്തെ കാണിച്ചതിനകത്ത്. അതെല്ലാ ഇലയും കൂടെ മിക്സായിട്ട് എടുക്കുന്നതുകൊണ്ട് കാണാത്തതാണ് കേട്ടോ. നല്ല പച്ച വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് മതി, അല്ലെങ്കിൽ നമ്മളത് ഓവർ വെള്ളം പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഈ കൺസിസ്റ്റൻസിനേക്കാൾ ഇച്ചിരി കൂടെ കട്ടി വേണം വെള്ളം. അപ്പോൾ തുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ. നിങ്ങളുടെ മുടിക്ക് എത്ര നീളമുണ്ട് അനുസരിച്ച് വേണം ചെയ്യാൻ. ഇത് നല്ല ഉള്ള് വെക്കാനും മുടി നല്ല നീളം വെക്കാനും നല്ലതാട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. എൻ്റെ മുടിയുടെ ഉള്ളൊക്കെ പോയപ്പോൾ ഞാൻ മുടി ശരിക്കും അങ്ങ് മുറിച്ച് കുഞ്ഞിതാക്കിയായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും കുഞ്ഞിതാക്കിയായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല നീളമുണ്ട് കേട്ടോ മുടിക്ക്. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അരിച്ച് തേക്കണമായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അരിച്ചത് കാണിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അല്ലാതെ അരിക്കാതെ തന്നെ അല്ലാതെ തേക്കുവാണേലും മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇച്ചിരി എടുത്തോണ്ടാണ് ഇച്ചിരി വന്നത്. കാര്യം അത്ര ഇലയൊക്കെ ഉണ്ടെങ്കിലും അരിച്ച് കഴിയുമ്പോൾ ഇച്ചിരിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങളുടെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തേക്കണ്ടേന്ന് വെച്ചാൽ ഇത് നമ്മുടെ നെറുകയിലും ഉച്ചിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് മുടിയുടെ ലെങ്തനിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് താരം പോവാൻ നല്ലതായിരിക്കും. കാരണം നമ്മൾ താളിയുടെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അരിച്ച് യൂസ് ചെയ്യുന്നവർക്കാണ് ഞാൻ അരിച്ച് കാണിച്ചത്. പക്ഷേ അരിക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 30 മിനിറ്റോളം വെക്കണം. പിന്നെ തലനീരൊന്നും ഇറങ്ങൂല, കാരണം നമ്മൾ പനിക്കൂർക്കയും തുളസിയൊക്കെ യൂസ് ചെയ്യണ്ടല്ലോ. അമ്മ എനിക്ക് തേച്ച് തരികയാണ് കേട്ടോ ഗൈസ്. നമ്മൾ സത്യം പറഞ്ഞാൽ മുടി മാറ്റിയിട്ട് ഇവിടെ ഉച്ചിയിലാണ് തേക്കണ്ടേ. ഉച്ചി ആയിട്ട് ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ തലയൂട്ടിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച്. ഈ ഉച്ചി എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പം എൻ്റെ തലമുടി ഞാൻ മൊത്തം തേച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ടു എന്ന് തോന്നുന്നു അമ്മക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് റിസൾട്ട് വന്നത്. ഞാനത് തേച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിച്ചാണ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ. നിങ്ങൾ തേച്ചുന്നതിന് മുമ്പ് തന്നെ എണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കും. പിന്നെ ആരും നമ്മുടെ വീഡിയോ ലൈക്കൊന്നും അടിക്കാനില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.